ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണത്തെപ്പറ്റിയുള്ള വിശേഷമാണ്. പണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തി മഹാബലി ചക്രവർത്തിയുടെ അടുക്കൽ ചെന്ന് 3 അടി മണ്ണ് ദാനം തരാമോ എന്ന് ചോദിക്കുകയും ആ ദാനം കൊടുക്കാൻ മഹാമനസ്കനായ മഹാബലി സമ്മതമറിയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വളർന്നു വലുതായ വാമനമൂർത്തി ആദ്യ ചുവടിൽ ഭൂമിയും രണ്ടാമത്തെ ചുവടിൽ സ്വർഗലോകവും അളന്നെടുത്തു. 3-ാമത്തെ ചുവട് അളന്നെടുക്കുവാൻ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ മഹാമനസ്കനായ മഹാബലി ചക്രവർത്തി വാമനനോട് അത് തൻ്റെ ശിരസിൽ വച്ച് അളന്ന് കൊള്ളുവാൻ സമ്മതം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ മഹാബലിയുടെ ദാനനിഷ്ഠ കണ്ട് സന്തോഷിച്ച വാമനമൂർത്തി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി വിടുന്നതിന് മുമ്പായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയും വർഷത്തിലൊരിക്കൽ താൻ ഭരിച്ചിരുന്ന നാട്ടിലെ പ്രജകളെ കാണാൻ താല്പര്യമുണ്ടെന്ന് മഹാബലി അറിയിച്ച പ്രകാരം വർഷത്തിലൊരിക്കൽ ബലിയെ പാതാളത്തിലേക്ക് വിട്ട ആ ദിവസമായ ചിങ്ങത്തിലെ തിരുവോണ നാളിൽ എല്ലാ വർഷവും തിരുവോണമായി ആഘോഷിക്കാനും അന്ന് മഹാബലിക്ക് തൻ്റെ പ്രജകളെ വന്ന് കാണാനുമുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇതാണ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം. ഇതുകൂടാതെ ഈ മാസത്തിലെ തിരുവോണം നക്ഷത്രത്തെ വാമന ജയന്തി ദിനമായും ആഘോഷിക്കുന്നു. ഈ വാമനനെ അവതാരമെടുക്കാൻ ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ ദേവന്മാർക്കും മറ്റും ഈ മഹാബലി നാട്ടിൽ ഭൂമിയിൽ ചക്രവർത്തിയായി വാഴുന്നത് കണ്ടപ്പോൾ ഈ ഇന്ദ്രദേവൻ്റെ മറ്റും സ്ഥാനം തന്നെ മഹാബലി കാലക്രമേണ അപഹരിച്ചുകൊണ്ട് പോകുമോ എന്നൊരു സംശയം ദേവന്മാർക്കുണ്ടായത് കൊണ്ടാണ് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഇവർ എന്ന് തങ്ങളുടെ പരാതി അറിയിക്കുകയും അങ്ങനെ ഭയമുണ്ടെന്ന് അറിയിക്കുകയും മറ്റും ചെയ്തപ്പോഴേക്കും എന്നാൽ പിന്നെ ഈ മഹാബലി ചക്രവർത്തിയെ വളർന്നു വലുതാവാൻ അങ്ങനെ അനുവദിക്കേണ്ട എന്ന തീരുമാനത്തോടു കൂടി ദേവന്മാർക്കൊപ്പം നിന്ന മഹാവിഷ്ണു വാമനൻ്റെ ഒരു അവതാരമെടുത്ത് മഹാബലിയെ പരീക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ മഹാമനസ്കനായ മഹാബലിയുടെ മഹാമനസ്കത കണ്ട അങ്ങനെ ഉണ്ടാക്കി സമ്മതം കൊടുത്തതാണ് ഈ തിരുവോണം വർഷാവർഷം ആഘോഷിക്കാനിടയായത്. ഇതാണ് ഇന്നത്തെ കഥ.